ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ രാജ്യത്തിനകത്ത് തന്നെ ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി വലിയ ഒരു വിഭാഗം ശക്തികൾ വളർന്നു വരുന്നുണ്ട്. നമ്മൾ വിചാരിച്ചത് ഇതുവരെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരോ അതല്ലെങ്കിൽ SDPI അതല്ലെങ്കിൽ അതുപോലെയുള്ള തീവ്രവാദ സംഘങ്ങളോ സംഘടനകളോ ഇത്തരം ഭീകരവാദ ചിന്താഗതിക്കാരോ മാത്രമാണ് ഈ രാജ്യത്തിനെതിരെ തിരിയുന്നത് എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ശരിക്കു പറഞ്ഞാൽ ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകളും സംഘവിരോധം സൂക്ഷിക്കുന്നവരാണ്. മോദി ഫോബിയ പടർത്തി ലോകത്ത് മുഴുവനും ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് ഈ സ്വതന്ത്ര ഭാരതം പോകുന്നത് എന്ന് പ്രാവർത്തികമാക്കി കാണിക്കാനും അങ്ങനെ പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സമയവും കയ്യിലുള്ള മീഡിയയും ഒക്കെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കുറേയായി മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മോദി ഫോബിയ പരത്തിവിടാൻ തുടങ്ങിയിട്ട് ഈ ഇന്ത്യയെ സംബന്ധിക്കുന്ന വിരുദ്ധതകൾ, ഇന്ത്യ എന്തോ വലിയ ആപത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന രൂപത്തിലുള്ള ഭീതികരമായിട്ടുള്ള വാർത്തകളാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെല്ലാം. ഏതു വാർത്തയിലും നരേന്ദ്രമോദിയെ 4 തെറി പറഞ്ഞാൽ ഇവർക്ക് എന്തോ ഒരു ആത്മനിർവൃതി കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തായിരുന്നാലും ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിദേശ ഫണ്ടിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാർത്ത പുറത്തു വിട്ടത് തന്നെ കർമ്മ ന്യൂസാണ്. കർമ്മ ന്യൂസിന് ലഭിച്ചിരിക്കുന്ന സോഴ്സ് ഏതാണ് എന്ന് വിൻസ് മാത്യു കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു തന്നെയാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. പോപ്പുലർ ഫ്രണ്ടിന് കോടിക്കണക്കിന് പണം ഈ രാജ്യത്തേക്ക് ഒഴുകിയത് ഈ രാജ്യത്തിന്റെ അടിത്തറ തോണ്ടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക. ഈ രാജ്യം താളം തെറ്റിയ താരാട്ട് പോലെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തണമായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങൾ മൊത്തം പ്രശ്നത്തിലാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത് എന്ന് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കാണിച്ചു പറഞ്ഞാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു ഫണ്ട് കിട്ടുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും കരാറോ ഉറപ്പിക്കാനോ അങ്ങനെയൊക്കെ സാധിക്കുമായിരുന്നുള്ളൂ. എന്തായിരുന്നാലും ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഫണ്ടിനെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ രാജ്യം ഇത്തരം നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഇനി മോചിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന്. പുറത്തുള്ള ശത്രുക്കളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മുടെ സേനകൾക്കറിയാം, നരേന്ദ്രമോദിക്കറിയാം, ജയശങ്കറിനറിയാം, അജിത് ഡോവലിനറിയാം, അമിത്ഷായ്ക്കറിയാം. പക്ഷേ ഉള്ളിലുള്ള ശത്രുവിനെ എങ്ങനെ കീഴ്പ്പെടുത്തും എന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഇന്ത്യ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വിക്കിലീക്സ് പറയുന്നത് വലിയ തോതിലുള്ള ഒരു ഇടപെടൽ വളരെ അംഗീകാരമുള്ള ഓർഗനൈസർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. മറ്റേറ്റവും എടുത്തു പറയേണ്ടത് വിക്കിലീക്സിൽ നിർണായകമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ഇന്ത്യയിൽ ജോർജ് സോറസും അതുപോലെ അമേരിക്കയും ഇന്ത്യയിലെ മാധ്യമ മേഖലയിലും ഇതര മേഖലയിലും ഒഴുക്കിയ ഫണ്ടുകളെ കുറിച്ച് വിക്കിലീക്സ് പറയുന്നത് വലിയ തോതിലുള്ള ഒരു ഇടപെടൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ മാധ്യമ മേഖലയിൽ നടത്തിയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ സ്വാതന്ത്ര്യത്തെ പോലും അപഹരിച്ച് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ എത്തിയെന്ന് വിക്കിലീക്സിന്റെ നിരവധി വെളിപ്പെടുത്തൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. മാധ്യമ ഇതര മേഖലയിൽ ഉള്ളവർക്കും ഇത്തരത്തിലുള്ള ഇന്ത്യയിൽ അമേരിക്കൻ ഫണ്ട് എത്തിയിട്ടുണ്ട്. അവരിൽ ആണ് പ്രശാന്ത് ഭൂഷൺ, രാഷ്ട്രീയക്കാരും CPM-ന്റെ കർഷക നേതാവുമായിട്ടുള്ള ബിജു കൃഷ്ണൻ തുടങ്ങി നിരവധി പേരുടെ ഫോട്ടോയും ചിത്രങ്ങളും ഒക്കെ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്ക എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ മാധ്യമ ലോകത്ത് വ്യാജ വാർത്തകളും അതുപോലെ തെറ്റായ വിവരങ്ങളും നൽകി അസ്ഥിരപ്പെടുത്തുവാൻ നോക്കിയത് എന്നതും തിരിച്ചറിയണം. ബൈഡൻ ഗവൺമെന്റിന്റെ ധനസഹായത്തോടുകൂടി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തി ഇന്ത്യയുടെ കുതിപ്പ് തടയുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരിപാടി. ബൈഡന് ഇന്ത്യയോട് കടുത്ത വിരോധമുണ്ട് എന്ന് നമുക്കറിയാം. ട്രംപിന് ഇന്ത്യയോട് പ്രിയവുമുണ്ട്. എന്തുകൊണ്ടാണ് ബൈഡൻ ഒരു മിത രൂപത്തിലുള്ള ഒരു മൃദു സമീപനം ഈ ഇസ്ലാം മത തീവ്രവാദികളോട് സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം. അവർക്കൊക്കെ വരുന്ന ഫണ്ടുകളെ കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂനസിന്റെ മകൾക്ക് അമേരിക്കയിൽ വലിയ റെപ്യൂട്ടഡ് സ്റ്റേജ് അലങ്കരിക്കുന്നതിന് വേണ്ടി ബൈഡൻ വാങ്ങിയ കോടികൾ കൈക്കൂലിയെക്കുറിച്ച് ട്രംപാണ് പൊക്കിയെടുത്തത്. അപ്പോൾ ബൈഡൻ ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നതെന്നും അങ്ങനെ നിൽക്കുന്നതിന് പിന്നിൽ കക്ഷിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നും ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. 2047 ഇന്ത്യ മറികടക്കുമെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ആഗോള സാമ്പത്തിക വിദഗ്ധരുടെയും ഇന്ത്യയുടെയും പദ്ധതിയാണ്. അത് വ്യക്തമായിട്ടുള്ള അജണ്ട തന്നെയാണ്. 2047 ഇന്ത്യയുടെ പകുതി ധനവും സമ്പത്തുമേ അമേരിക്കയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. ഇത്തരം ഒരു പദ്ധതിയിൽ നിന്ന് ഇന്ത്യയെ തകർക്കുക, ഇതായിരുന്നു ജോർജ് സോറസ് വഴിയും ഒഴുക്കിയ ഫണ്ടിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഭാരതം അതിവേഗം വളരുമ്പോൾ രാജ്യത്തെ മോശമായി, അതായത് ഇന്ത്യ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇന്ത്യ അമേരിക്കയെ മറികടക്കുന്ന രൂപത്തിലേക്ക് വളരരുത്. അതായിരുന്നു ബൈഡന്റെ ആവശ്യം. അതിന് എല്ലാവിധത്തിലുള്ള ധനസഹായവും വേണ്ടുന്ന തീവ്രവാദ സംഘങ്ങളെ മൂടിപിടിപ്പിക്കാനും ഒക്കെ ജോർജ് സോറസും കൂടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ദാരിദ്ര്യം എന്ന് കെട്ടിഘോഷിക്കുക, ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുസ്ലിം വിരോധികളാണ് എന്ന് ചാപ്പ കുത്തുക തുടങ്ങിയവ എല്ലാം ഇവർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ കലാപത്തിന് വേണ്ട നീക്കം നടത്തിയ കർഷക കലാപം, അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെ സമരങ്ങളിലൂടെ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കുക, കലാപത്തിനുള്ള നീക്കം നടത്തുക, അതുപോലെ അർബൻ നക്സലുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കി. ഇത്തരത്തിൽ
ഇന്ത്യയിൽ കഴിയുമെങ്കിൽ ഒരു ഭരണമാറ്റം, ആ ഭരണമാറ്റം ജനാധിപത്യ രീതിയിൽ പോലും ആയിരിക്കുകയില്ല. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും സിറിയയിലും ഒക്കെ നടന്നതുപോലെ ഒരു അസ്ഥിരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഭാരതത്തെ കൊണ്ടുചെന്നെത്തിക്കുക. ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുകയും ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ ഇല്ലാതാക്കുകയും അതുവഴി 2047 ഇന്ത്യ അമേരിക്കയെ മറികടക്കുന്ന വലിയ ആഗോള ശക്തിയാകുന്ന ആ ഒരു നീക്കം അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിൽ. മറ്റൊന്ന് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ ഭിക്ഷാടകരെയും വീടില്ലാത്തവരെയും ഒക്കെ ലോകത്ത് വലിയ തോതിൽ ദാരിദ്ര്യമൊക്കെ പെരുപ്പിച്ചു കാട്ടുന്നു. അതേസമയം ലണ്ടനിൽ, ന്യൂയോർക്കിൽ, ഫ്രാൻസിൽ, ഓസ്ട്രേലിയയിൽ, കാനഡയിൽ എല്ലായിടത്തും ഭിക്ഷക്കാരുണ്ട്. ഹോംലെസ് പീപ്പിൾ, വീടില്ലാത്ത ആളുകൾ തെരുവിൽ യാചന നടത്തുന്നുണ്ട്. അവിടെ നിത്യനിവൃത്തിക്ക് പണമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കെല്ലാം ഉപജീവനത്തിനുള്ള പൈസയും അതുപോലെ വീടില്ലാത്തവർക്ക് താൽക്കാലിക ടെന്റുകളോ അല്ലെങ്കിൽ വീടുകളും റൂമുകളും ഒക്കെ കൊടുക്കുന്ന സംവിധാനമുണ്ട്, ഭക്ഷണം കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇതൊന്നും പുറത്തു വരുന്നില്ല. മുതലാളിത്ത രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇന്ത്യ എന്ന ഒരു പാവപ്പെട്ട രാജ്യം അതിന്റെ ഉന്നതിയിലേക്ക് മെല്ലെ മെല്ലെ കുതിച്ച് കയറുമ്പോൾ അതിന്റെ അസ്ഥിവാരം തകർക്കുക, വീണ്ടും അതിനെ താഴേക്ക് തള്ളിയിടുക, ഇത് ലോകത്തിലെ അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു ശക്തികളുടെ നീക്കമായിരുന്നു. അതെല്ലാമാണ് ഇതിന്റെ പിന്നിൽ. ഇന്ത്യ അവികസിത രാജ്യമാണെന്നും സാമുദായിക കലഹമാണ് ഇന്ത്യയിൽ എന്നും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിശേഷണം ചേരികളും ദാരിദ്ര്യവും ആണ് എന്നും വ്യാജ വാർത്തകൾ പെരുപ്പിച്ചു കാട്ടി ഇന്ത്യയെ മോശമാക്കി ചിത്രീകരിക്കുക, ഇതൊക്കെ അജണ്ടയാണ്. മാത്രവുമല്ല, നരേന്ദ്രമോദി ഗവൺമെന്റിനെ അട്ടിമറിക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളാണ് ജോർജ് സോറസ്. തെരഞ്ഞെടുപ്പിലൂടെയോ അല്ലാതെയോ തന്നെ ഇതിന് നരേന്ദ്രമോദിയെ താഴെയിറക്കുവാൻ $100 മില്യൺ വരെ ചെലവാക്കും എന്ന് ജോർജ് സോറസ് മുൻകാലത്ത് പരസ്യമായിട്ട് വ്യക്തമാക്കിയിരുന്നു. ഇതാണ് ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം. ഇന്ത്യയിലെ അമേരിക്കൻ ഇടപെടലും അമേരിക്കയുടെ മാധ്യമ മേഖലയിലെ ജോർജ് സോറസിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇത് കേവലം BJPക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ നടത്തുന്ന നീക്കമല്ല. ഇന്ത്യൻ ജനാധിപത്യത്തെ അപകടപ്പെടുത്തുവാനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുവാനും മുകളിലേക്ക് കുതിക്കുന്ന ഇന്ത്യയെ വീണ്ടും താഴേക്ക് പിടിച്ചിട്ട് തകർക്കുവാനും ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ എത്തരം രീതിയിലാണ് ഭാരതത്തെ ഇല്ലാതാക്കിയതും സമ്പത്തും കൊള്ളയടിച്ച് തകർത്തത്, അതേ രീതിയിൽ വീണ്ടും ഇന്ത്യ ലോകത്ത് ഒന്നാമതാക്കുന്നത് തടയുക എന്നുള്ള വൻ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ നീക്കങ്ങൾ. അതിനുവേണ്ടി നമ്മളുടെ ആളുകളെ, നമ്മളുടെ മാധ്യമ പ്രവർത്തകരെ എത്തരം രീതിയിലാണ് വാടകയ്ക്കെടുത്തത്, പണം കൊടുത്ത് വിലക്കെടുത്തത് എന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തിയപ്പോൾ US ഇത്തരത്തിലുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും US എയ്ഡുകളും മരവിപ്പിച്ച് ലോകമെങ്ങും അത് വളരെ വിവാദമായിരുന്നു. അമേരിക്ക ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യയിലെ നിരവധി മാധ്യമ പ്രവർത്തകരും മറ്റും വലിയ വേദനയോടെ കണ്ണീരോടെയും ഒക്കെയാണ് ഒഴുകിയത്. അമേരിക്ക ഫണ്ട് നിർത്തലാക്കുകയാണ് എന്ന്. ഇപ്പോൾ അമേരിക്കൻ ഫണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ ധനസഹായം ഏതൊക്കെ മാധ്യമ മേഖലയിൽ, ഏതൊക്കെ മാധ്യമ മേധാവികൾ, ഏതൊക്കെ മാധ്യമ പ്രവർത്തകർ കൈപ്പറ്റിയിട്ടുണ്ട്, ഏതൊക്കെ സംഘടനകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. ആഗോള മാധ്യമ സംഘടനയായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ഇന്റർന്യൂസ് നെറ്റ് വഴിയാണ് ഇത്തരത്തിൽ $500 മില്യൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒഴുകിയിരിക്കുന്നത്. ഇന്റർന്യൂസിന്റെ രഹസ്യ സെൻസർഷിപ്പ്, മാധ്യമ നിയന്ത്രണത്തിനും പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫണ്ടൊടുക്കൽ. റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിവർഷം ഏകദേശം 4,51,000 സമ്പാദിക്കുന്ന ജീൻ ഗർബർട്ടാണ് ഇന്റർന്യൂസിന്റെ തലവൻ. അമേരിക്കയുടെ ഫണ്ടായിട്ടുള്ള $500 മില്യൺ ഉപയോഗിച്ചാണ് 4,291 മീഡിയ ഔട്ട്ലെറ്റുകൾക്ക് അല്ലെങ്കിൽ വിവിധ ഇന്റർനെറ്റ് പോർട്ടലുകൾക്ക് പ്രതിവർഷം പണം കൊടുക്കുന്നത്. ഇവർ 4,799 മണിക്കൂർ തുടർച്ചയായി വീഡിയോ സംപ്രേഷണം ചെയ്തു എന്ന് നമുക്കറിയാം. നമ്മുടെ രാഹുൽ ഗാന്ധി ബ്രിട്ടനിൽ പോയിട്ടും വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യക്കെതിരെ കൊരച്ചത് എന്താണെന്ന് കണ്ടതാണ് നമ്മൾ. ഇവരൊക്കെ രാജ്യം ഭരിച്ച പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ വക്താക്കൾ. ഈ കുടുംബമാണ് ഈ രാജ്യം അടക്കി ഭരിച്ചിരുന്നത്. എന്നിട്ട് ആ രാജ്യത്തോട് യാതൊരു കൂറും പ്രതിബദ്ധതയും ഇല്ലാതെ വെറും മോദി ഫോബിയ, മോദി വിരോധം തലയ്ക്ക് പിടിച്ചിട്ട് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി മതതീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ഈ ഗണ്ഡികളുടെ പ്രവർത്തന ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വഖഫ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അവർ കൊടുത്ത പണം വെച്ചിട്ട് മാത്രമല്ല വാർത്തകളിൽ വെള്ളം ചേർക്കുക, ചില കാര്യങ്ങൾ തെറ്റാണെന്നും തെറ്റായ കാര്യങ്ങൾ ശരിയെന്നും അമേരിക്കയുടെ അജണ്ടകൾ വെച്ച് വാർത്തകൾ ഉണ്ടാക്കുക. 778 ദശലക്ഷം ആളുകളിൽ ഇത്തരം വാർത്തകൾ ഞങ്ങൾ എത്തിച്ചതായിട്ടും ഇന്റർന്യൂസ് വെളിപ്പെടുത്തുകയാണ്. 2023 ഇന്റർന്യൂസ് 9,000-ലധികം പത്രപ്രവർത്തകർക്ക് ഇത് അവരുടെ അജണ്ടകളും ടൂളുകളും വികസിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പരിശീലനം നൽകിയതായിട്ട് പണം നൽകിയതായിട്ടും പറയുന്നു. ഏകദേശം $415 മില്യൺ വരുന്ന ഫണ്ടിങ്ങിന്റെ 87% കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ അമേരിക്കൻ സഹായമായിരുന്നു എന്ന് ഡേറ്റകൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതേ കാലയളവിൽ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് 57 മില്യൺ കൂടി ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടൊഴുക്കി. ഇന്ത്യയിൽ പണം എത്തിച്ചത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ദൂരവ്യാപകമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിയും കൊണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ അമേരിക്കയുടെ ഫണ്ട് എത്തിക്കുന്നത് ഇന്റർമീഡിയ ആണ് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇന്റർമീഡിയയുടെ ഈ ഫണ്ട് എത്തുന്നത് അമേരിക്കൻ സർക്കാർ വഴിയും ജോർജ് സോറസ് വഴിയുമാണ്. പിന്നൊരു കാര്യമുണ്ട്, എന്തായിരുന്നാലും ശരി, ജോർജ് സോറോസ് ആയിരുന്നാലും ഗണ്ഡികളായിരുന്നാലും ഇനി മഞ്ഞരമയായിരുന്നാലും ശരി, ഇവരെ പൂട്ടാൻ നരേന്ദ്രമോദി ട്രംപ് സഖ്യം നിലവിലുള്ളപ്പോൾ ഇനി ബൈഡനാണ് ഇന്ത്യയെ തകർക്കുന്നതിനു വേണ്ടി ഫണ്ടൊഴുക്കാൻ ജോർജ് സോറോസിന്റെ മീഡിയയായി പ്രവർത്തിച്ചതെങ്കിൽ അത് അടിത്തറയടക്കം പുറത്തു കൊണ്ടുവരാൻ ശ്രീ ട്രംപിന് സാധിക്കും. അതുകൊണ്ടാണല്ലോ ട്രംപിനെ ഇവർ ഭയക്കുന്നത്.
ട്രംപാണ് ഇനി അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലെത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവനും വിറച്ചത് അതുകൊണ്ടാണ്. ആദ്യം തന്നെ വന്നിട്ട് അദ്ദേഹം കുടിയേറ്റക്കാരെ പുറത്താക്കി. കാരണം അവരാണ് ആ രാജ്യത്തെ അക്രമം അഴിച്ചുവിടുന്നത്. എന്നിട്ട് ആ രാജ്യം എന്തോ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആദ്യം അവർക്കിട്ട് തന്നെ പണിഞ്ഞു. അവർക്കറിയാമായിരുന്നു ട്രംപാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആദ്യത്തെ കുറ്റി നമ്മുടേതായിരിക്കും തെറിക്കുന്നത് എന്ന് അറിയുന്നത് കൊണ്ടാണ് ഇവർ ഇത്രയധികം വാചാലരായതും ട്രംപിനെതിരെ അനാവശ്യമായിട്ടുള്ള വാർത്തകൾ പടച്ചുവിടുന്നതിൽ മുൻപന്തിയിൽ നിന്ന് മത്സരിച്ചത്. നന്ദി.